ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു CSE ബിഗൺ. അപ്പോൾ നമുക്ക് കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിൻ്റെ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സിലബസ് ഒന്നും നമുക്ക് ഒഫീഷ്യലി വന്നിട്ടില്ലെങ്കിൽ കൂടിയും നമുക്കറിയാം കുറച്ച് സിലബസ് കാര്യങ്ങൾ എന്തായിരിക്കും. ബേസിക്കായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്, അതെന്തായാലും മസ്റ്റായിട്ട് നമുക്ക് സിലബസിൽ എന്തായാലും ഇൻക്ലൂഡ് ആയിരിക്കും. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമുക്ക് വെച്ചിട്ട് ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ തുടക്കക്കാർക്കാണെങ്കിലും അല്ലാത്തവർക്കാണെങ്കിലും നമുക്കിപ്പോൾ എന്തായാലും എക്സാമിന് വേണ്ടി പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം തൊട്ട് പഠിച്ച് തുടങ്ങണമല്ലോ, അറിയാത്തവർക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തൊട്ട് സ്റ്റാർട്ട് ചെയ്യാം. അതിൻ്റെ കൂടെ നമുക്ക് വീക്കിലി ഒരു മോക്ക് ടെസ്റ്റോ അങ്ങനെ എന്തെങ്കിലും കൂടി സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് കേരള കോപ്പറേറ്റീവ് ഹിസ്റ്ററിയാണ്. അത് 1969 കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വരുന്നതിന് മുന്നേ എങ്ങനെയായിരുന്നു, ഏതൊക്കെ രീതിയിലുള്ള ലോസാണ് ഉണ്ടായിരുന്നതെന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. അതായത് കേരള സ്റ്റേറ്റ് കെയിം ഇൻ ടു എക്സിസ്റ്റൻസ് ഓൺ 1 നവംബർ 1956. 1956 നമ്മുടെ കേരള സ്റ്റേറ്റ് രൂപീകൃതമാവുന്നത്. അപ്പോൾ അതിന് മുന്നേ കേരളം 3 പാർട്സായിട്ടായിരുന്നു. നെയിംലി കൺസിസ്റ്റ് ഓഫ് 3 പാർട്സ്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ കൊച്ചിൻ, ട്രാവൻകൂർ ആൻഡ് മദ്രാസ് പ്രൊവിൻസ്. അങ്ങനെ 3 പ്രൊവിൻസ് സ്റ്റേറ്റ് ആയിട്ടായിരുന്നു കേരള സ്റ്റേറ്റ് കിടന്നിരുന്നത്. അപ്പോൾ ആ 3 ഭാഗങ്ങളിലും എന്തായിരുന്നു, 3 ലോസ് നിലനിന്നിരുന്നു. അപ്പോൾ അതെല്ലാം കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് 1969 വരുന്നത്. അപ്പോൾ അതെങ്ങനെയായിരുന്നു നോക്കാം. ഫസ്റ്റ് കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1913 ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട് വാസ് എടവനക്കാട് കോപ്പറേറ്റീവ് സൊസൈറ്റി നമ്പർ 1. അപ്പം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പോകണ്ട, നമുക്ക് മെയിൻ പോയിൻറ്റ്സ് മാത്രം നോക്കിയാൽ മതി. അപ്പം 1939 കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തേക്കുന്ന ആദ്യത്തെ സൊസൈറ്റി എന്ന് പറയുന്നത് എടവനക്കാട് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ്. അതൊരു ക്രെഡിറ്റ് സൊസൈറ്റി ആയിരുന്നു വിത്ത് അൺലിമിറ്റഡ് ലയബിലിറ്റി ആയിരുന്നു. അത് ശ്രദ്ധിക്കുക, ക്രെഡിറ്റ് സൊസൈറ്റി വിത്ത് അൺലിമിറ്റഡ് ലയബിലിറ്റി. ഇപ്പോഴും ആ എടവനക്കാട് കോപ്പറേറ്റീവ് സൊസൈറ്റി നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇപ്പോഴത്തെ പേരെന്താണെന്ന് പറഞ്ഞാൽ എടവനക്കാട് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് നമ്പർ 1 എന്നാണ് ഇപ്പോൾ അതിൻ്റെ പേര്. ഇനി നെക്സ്റ്റ് ഉള്ളതെന്ന് പറഞ്ഞാൽ ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1914 ആണ്. അതിനുശേഷം 1930 ശേഷം 1940 ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്. അപ്പോൾ ഈ ഇയേഴ്സൊക്കെ ശ്രദ്ധിച്ചോണം. കൊച്ചിൻ്റെ വരുന്നത് 1913, ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വരുന്നത് 1940. ദ ഫസ്റ്റ് സൊസൈറ്റി രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട് വാസ് ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്. ഇതിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് എന്നാണ്. ഇപ്പോഴത്തെ കേരള ബാങ്കായിട്ട് മാറിയിരിക്കുന്നത് ഈ ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കാണ്. ഇനി വരുന്നത് മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1932. ഫസ്റ്റ് കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1913, സെക്കൻഡ് ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1914, നെക്സ്റ്റ് മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1932. ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോംഡ് ഇൻ മദ്രാസ് ഏരിയ വാസ് കൊടുവായൂർ അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി. ഈ മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഫസ്റ്റ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ കൊടുവായൂർ അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റിയാണ്. നൗ ഇറ്റ്സ് വർക്കിംഗ് ആസ് കൊടുവായൂർ അർബൻ ബാങ്ക്. ഇപ്പോഴും ആ സൊസൈറ്റി നിലനിൽക്കുന്നത് എങ്ങനെയാണ്, കൊടുവായൂർ അർബൻ ബാങ്ക് ആയിട്ടാണ്. പിന്നീട് ട്രാവൻകൂർ ആൻഡ് കൊച്ചിൻ സ്റ്റേറ്റ്സ് വെയർ മെർജ്ഡ് ഇൻ ടു എ സിംഗിൾ യൂണിറ്റ് named as ട്രാവൻകൂർ കൊച്ചിൻ സ്റ്റേറ്റ് ഇൻ ജൂലൈ 1949. ജൂലൈ 1949 എന്താണ് ട്രാവൻകൂറും കൊച്ചിൻ സ്റ്റേറ്റും മെർജ് ചെയ്തു ഒരു സിംഗിൾ യൂണിറ്റായി. പക്ഷേ അപ്പോഴും ലോസിലൊന്നും മാറ്റം ഉണ്ടായിട്ടില്ല. ഇതൊരു സിംഗിൾ യൂണിറ്റ് ആയെന്നേ ഉള്ളൂ. അതിനുശേഷം എന്ത് ചെയ്തു, ഇതിന് വേണ്ടിയിട്ട് ദെൻ 1951 ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വാസ് പാസ്ഡ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് 1951 ട്രാവൻകൂർ കൊച്ചിൻ സ്റ്റേറ്റിന് വേണ്ടിയിട്ട് ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പാസ് ചെയ്തു. 1951 പിന്നീട് വെൻ കേരള സ്റ്റേറ്റ് ഫോംഡ് ഇൻ 1956 സ്റ്റിൽ ദർ ഇസ് 2 laws, നെയിംലി ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1951, മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1932 ഇൻ മലബാർ ഏരിയ. അപ്പോൾ കേരള സ്റ്റേറ്റ് രൂപീകൃതമാകുന്ന സമയത്ത് എന്താണ് 2 ലോസ് നിലനിൽക്കുന്നുണ്ട്. അതായത് ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1951 മദ്രാസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1932. അപ്പോൾ ഇത് രണ്ടും കൂടി ഒരു കമ്പൈൻ ചെയ്യണം. കാരണം ഒരു കേരള സ്റ്റേറ്റിന് 2 നിയമം ശരിയാവത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെയാണ് 1969 കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 വരുന്നത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ പറയാം. കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1913 ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1914 കമ്പൈൻ ചെയ്ത് 1951
ട്രാവൻകൂർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വന്നു. പക്ഷേ അപ്പോഴും എന്താണ് 1956 ശേഷം 2 ലോ ആയി. 1951 1932 മലബാർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ആയിട്ട്. അപ്പോൾ അത് മാറ്റാൻ വേണ്ടിയിട്ടാണ് 1969 കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 നിലവിൽ വരുന്നത്. ഇനി ആ ആക്ടിനുള്ള കാര്യങ്ങൾ പറയാം. ഇനി 1969 ആക്ട് നിലവിൽ വരുന്നത് 15th May 1969 ഇനി അതിൻ്റെ റൂൾസ് നിലവിൽ വരുന്നത് 14th July 1969. ഈ 2 ഡേറ്റുകളും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എക്സാമിന് ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഇനി ഈ ആക്ടിനകത്ത് എത്ര സെക്ഷൻസ് ആണെന്ന് ചോദിച്ചാൽ 110 സെക്ഷൻസും 201 റൂൾസുമാണ്. കേസസ് ആക്ട് ഈസ് ആക്ട് നമ്പർ 21 ഓഫ് 1969. അപ്പോൾ ഇതും നമുക്ക് പ്രീവിയസ് എക്സാമിന് ചോദിച്ചിട്ടുള്ള കാര്യമാണ്. അതുപോലെ ഈ ആക്റ്റും റൂൾസും ഒക്കെ നിലവിൽ വന്ന ഡേറ്റ് നമുക്ക് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഇയേഴ്സുകളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ആക്ടിനകത്ത് 3 ഷെഡ്യൂളുകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് ഷെഡ്യൂൾ ലിസ്റ്റ് ഓഫ് അപ്പെക്സ് സൊസൈറ്റീസ് ആൻഡ് സെൻട്രൽ സൊസൈറ്റീസ് ടു വിച്ച് അപ്പോയിൻമെൻറ്റ്സ് ആർ ഡൺ ബൈ PSC, സെക്ഷൻ 80 സബ്സെക്ഷൻ 3A. നെക്സ്റ്റ് ഷെഡ്യൂൾ 2 കോപ്പറേറ്റീവ് പ്രിൻസിപ്പിൾസ്, അത് സെക്ഷൻ 2 സബ്സെക്ഷൻ ECCC. അതിന് കഴിഞ്ഞ് നെക്സ്റ്റ് ഷെഡ്യൂൾ 3 എന്ന് പറയുന്നത് ടൈം ലിമിറ്റാണ്. അത് സെക്ഷൻ 69 സബ്സെക്ഷൻ 4 പറയുന്നത്. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഇനി കേസസ് റൂൾസിൽ 3 അപ്പൻഡിക്സ് ഉണ്ട്. ഇതിൽ അപ്പൻഡിക്സ് 1 എന്ന് പറയുന്നത് രജിസ്റ്റർ ടു ബി മെയിൻറ്റെയിൻഡ് ബൈ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആൻഡ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ. നെക്സ്റ്റ് അപ്പൻഡിക്സ് 2 പറയുന്നത് ഫോംസ് ഇൻ കേസസ് റൂൾ സെക്ഷൻ 2 സബ്സെക്ഷൻ F ആണ്. നെക്സ്റ്റ് അപ്പൻഡിക്സ് 3 ക്ലാസിഫിക്കേഷൻ ഓഫ് സൊസൈറ്റീസ് അക്കോർഡിംഗ് ടു ടൈപ്പ് ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓർ സ്റ്റാഫ് പാറ്റേൺ ഓഫ് വേരിയസ് ടൈപ്സ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഇനി പറയുന്നത് ദ ആക്ട് ഈസ് ടു ബി എനാക്റ്റഡ് ബൈ ദ ലെജിസ്ലേച്ചർ. ആക്ട് എനാക്ട് ചെയ്യുന്നത് ആരാണ്? ലെജിസ്ലേച്ചറാണ്. അതുപോലെ റൂൾസ് ആർ ഫ്രെയിംഡ് ബൈ ഗവൺമെൻറ്. റൂൾസൊക്കെ ഫ്രെയിം ചെയ്യുന്നത് എപ്പോഴും ഗവൺമെൻറ് ആണല്ലോ റൂൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചിന്തിച്ചാൽ മതി. അതുപോലെ ദ ആക്ട് ഗീവ്സ് എ സ്കെൽട്ടൻ ടു ലോ ബട്ട് ഡീറ്റെയിൽസ് ആർ ഫർണിഷ്ഡ് ഇൻ റൂൾസ്. ആക്റ്റാണ് നമ്മുടെ ലോയ്ക്കൊരു സ്കെൽട്ടനായിട്ട് വരുന്നതെങ്കിലും നമ്മുടെ റൂൾസിലുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം പറയുന്നത്. ഇനി കേസസ് ആക്ട് കണ്ടെയ്ൻ 60 ചാപ്റ്റേഴ്സ്. അതുപോലെ കേസസ് റൂൾസ് കണ്ടെയ്ൻ 15 ചാപ്റ്റേഴ്സ്. അപ്പോൾ ഈ 16 ചാപ്റ്റേഴ്സും 15 ചാപ്റ്റേഴ്സിലുമായിട്ടാണ് നമ്മുടെ കോപ്പറേറ്റീവ് ലോയിലെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാൻ പോകുന്നത്. അത് നമുക്കിനി വരുന്ന വീഡിയോസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം, ഈ ഒരു പോർഷനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള. ഫസ്റ്റ്, the person took the initiative to pass the Cochin Cooperative Societies Act 1913. 1913 കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിന് ഇനിഷ്യേറ്റീവ് എടുത്തത് രാജഗോപാലാചാരിയാണ്. നെക്സ്റ്റ്, പബ്ലിക്കേഷൻ ഓഫ് കൊച്ചിൻ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ആൻസർ സഹകരണ പ്രബോധിനിയാണ്. പബ്ലിക്കേഷൻ ഓഫ് കൊച്ചിൻ കോപ്പറേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂട്ട് സഹകരണ പ്രബോധിനി. നെക്സ്റ്റ്, ഫസ്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റേർഡ് അണ്ടർ കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1913. 1913 കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രകാരം രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആദ്യത്തെ സൊസൈറ്റി എന്ന് പറയുന്നത് എടവനക്കാട് കോപ്പറേറ്റീവ് സൊസൈറ്റി നമ്പർ 1 ആണ്. നെക്സ്റ്റ്, ദ ആർക്കിടെക്റ്റ് ഓഫ് ട്രാവൻകൂർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1914 പറയുന്നത് ദിവാൻ പി രാജഗോപാലാചാരിയാണ്. നെക്സ്റ്റ്, ഹൂ വാസ് ദ ഫസ്റ്റ് രജിസ്ട്രാർ ഓഫ് ട്രാവൻകൂർ സ്റ്റേറ്റ്. ട്രാവൻകൂർ സ്റ്റേറ്റിൻ്റെ ഫസ്റ്റ് രജിസ്ട്രാർ എന്ന് പറയുന്നത് സി ഗോവിന്ദ പിള്ളയാണ്. നമുക്ക് പ്രീവിയസ് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ്, വിച്ച് ഈസ് ദ ഫസ്റ്റ് താലൂക്ക് ബാങ്ക് രജിസ്റ്റേർഡ് ഇൻ ട്രാവൻകൂർ സ്റ്റേറ്റ്. ആൻസർ നാഗർകോയിൽ 1923. നെക്സ്റ്റ്, ട്രാവൻകൂർ ക്രെഡിറ്റ് ബാങ്ക് ഫോംഡ് ഇൻ ദ ഇയർ. ആൻസർ 1938. നെക്സ്റ്റ്, ഓൾഡസ്റ്റ് നെയിം ഓഫ് കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ആണ് നമ്മുടെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കായിട്ട് ഇപ്പോൾ മാറിയിരിക്കുന്നത്. അപ്പോൾ ഓൾഡസ്റ്റ് നെയിം എന്ന് പറയുന്നത് ട്രിവാൻഡ്രം സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ആണ്. ഇത് നമുക്ക് പ്രീവിയസ് ആണ്. ദ ഫസ്റ്റ് സെൻട്രൽ ബാങ്ക് അഫിലിയേറ്റഡ് ടു കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്. ആൻസർ
മലബാർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് 1917. Next, a magazine published by മലബാർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക്. മലബാർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ മാഗസിൻ എന്ന് പറയുന്നത് പരസ്പര സഹായിയാണ്. നെക്സ്റ്റ്, ഓൾഡസ്റ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ഇൻ കേരള, കൊടുവായൂർ അർബൻ ബാങ്ക്. ഇപ്പോൾ അറിയാമല്ലോ 1913 കൊച്ചിൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്തതാണ് കൊടുവായൂർ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി. അതാണിപ്പോൾ കൊടുവായൂർ അർബൻ ബാങ്കായിട്ട് നിലനിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് ഓൾഡസ്റ്റ് ആയിട്ട് പറയുന്നത്. ഇത് നമുക്ക് ചോദിച്ചിട്ടുള്ളതാണ്. നെക്സ്റ്റ്, ഫസ്റ്റ് ഷെഡ്യൂൾഡ് കോപ്പറേറ്റീവ് ബാങ്ക് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് ഷെഡ്യൂൾഡ് കോപ്പറേറ്റീവ് ബാങ്ക് എന്ന് പറയുന്നത് നമ്മുടെ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഈ ക്ലാസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഇനി വരുന്ന ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ എന്താണ് ഈ ക്ലാസ്സിലുണ്ടായിരുന്ന ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടിയത്, അതുപോലെ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് കമൻറ്റ് ചെയ്യുക. താങ്ക് യു.